ആദ്യ 3 മണിക്കൂർ പിന്നിടുമ്പോൾ കണ്ണൂരിൽ പോളിംഗ് നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി, മന്ത്രി എ കെ ശശീന്ദ്രൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർ രാവിലെ തന്നെ വോട്ട് ചെയ്തു. ബിജീഷ് ഗോവിന്ദൻ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബിജീഷ്, കണ്ണൂരിന്റെ കഥ എന്താണ്? കണ്ണൂർ ജില്ലയിൽ പോളിംഗ് തുടങ്ങി അത് നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും വലിയ തരത്തിലുള്ള ക്യൂ രൂപപ്പെടുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ കണ്ടു, പിണറായി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നമ്മൾ ചെന്നപ്പോൾ അവിടെയൊക്കെ വലിയ തരത്തിലുള്ള ക്യൂ ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് തലശ്ശേരി നഗരസഭയിലുള്ള 35-ാം വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വോട്ട് ചെയ്യാൻ എത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ ഉണ്ട്, ക്യൂവിൽ നിൽക്കുകയാണ്. കുറച്ച് സമയം തോന്നുന്നു അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ പോളിംഗ് കാണുന്ന സമയത്ത്? ഇപ്പം 9 മണിക്ക് 7.67% കാണുന്നത്. നല്ല തിരക്ക് തന്നെയാണ് അല്ലേ എല്ലാ സ്ഥലവും? പൊതുവിൽ അത് ജനാധിപത്യത്തിൽ എല്ലാവരും പങ്കെടുക്കുമെന്നുള്ള ശുഭകരമായ കാര്യമാണ്. തലശ്ശേരി മുനിസിപ്പാലിറ്റി 35-ാം നമ്പർ വാർഡാണിത്. ഇവിടെ എൻ്റെ വോട്ട് ഇവിടെയാണ് നേരത്തെയും. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ രാവിലെ മുതൽ നല്ല തിരക്കെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് രാവിലെ വോട്ട് ചെയ്യാൻ വന്നതാണ്. നല്ല വിജയം ഇടതുപക്ഷത്തിനുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഇത് ക്യൂവിൽ നിന്ന് അല്ല, ഇക്വാളിറ്റി 14 ഉണ്ടല്ലോ, തുല്യത. അപ്പോൾ എല്ലാവരും വോട്ടിങ്ങിൽ എല്ലാവരും തുല്യരാണ്. പരിഗണന ഈ നിൽക്കുന്നവരൊക്കെ പല ജോലിക്കും മറ്റും പോകേണ്ടവരാണ്. അപ്പോൾ അവരൊക്കെ ജോലിക്ക് പോകേണ്ടതാണ് ഇത്ര രാവിലെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാനിക്കേണ്ട ഉത്തരവാദിത്തം സ്പീക്കർക്കുണ്ട്. ഞാൻ ക്യൂ ബൈപ്പാസ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊന്നും പറയില്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു മുഷിപ്പുണ്ടാവും. ജോലിക്ക് പോയി കുടുംബം പോറ്റുന്നവരാണ് ഈ ക്യൂവിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേരും. അപ്പോൾ അവർക്കിത് കഴിഞ്ഞ് ജോലിക്ക് പോകേണ്ടതാണ് അവർ ഏർലി മോർണിംഗ് തന്നെ വോട്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ അത് മാനിക്കുക എന്നുള്ള സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ്. വലിയ തരത്തിലുള്ള ക്യൂ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും വലിയ ക്യൂ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അറിയാം 2305 ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. അതിൽ തന്നെ വെബ്കാസ്റ്റിംഗ് എന്ന മേഖലയിൽ ഉൾപ്പെടുന്ന സുരക്ഷാ പ്രാധാന്യമുള്ള 1025 ബൂത്തുകളുണ്ട്. ഇവിടങ്ങളിലൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രത്യേകം ഒരുക്കിയിരുന്നു.